ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിൽ മുഹമ്മദ് യൂനുസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് RSS. ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഭാരതം മറ്റു വഴികൾ തേടണമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ. ബംഗ്ലാദേശിലെ അക്രമങ്ങൾ മുഗൾ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നത്. നൊബേൽ പുരസ്കാര ജേതാവ് ഭരിക്കുന്ന രാജ്യത്താണ് അതിക്രമങ്ങൾ. പാകിസ്ഥാനിലും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതായി സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാട്ടി. दुनिया में शांति फैलाने के लिए जिनको ये पुरस्कार दिया जाता है ऐसे वो है, लेकिन आज ही हमारे भारत में जो नोबेल पुरस्कार जिनको शांति का दिया गया कैलाश सत्यार्थी जी, उन्होंने भी एक वक्तव्य दिया है और उन्होंने अपने शांति पुरस्कार वाले यूनुस भाई को बताया कि भाई शांति पुरस्कार तुमने भी लिया, मैंने भी लिया, लेकिन तुम क्या कर रहे हो। मुझे लगता है आज दुनिया भर से ऐसी आवाजें आने लगी हैं। हम जितने जितने आवाजें उठाएंगे दुनिया भर के लोगों को ये बात समझ में आएगी। क्योंकि आपको एक बात मैं बताना चाहता हूं, जिस दिन यूनुस जी ने शपथ ली उस दिन दुनिया भर के 92 नोबेल पुरस्कार वालों ने उनको तुरंत बधाई दी. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിൽ മുഹമ്മദ് യൂനുസ് സർക്കാരിനെതിരെ RSS ശക്തമായ ഭാഷയിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കിയത്? രോഹിണി, ബംഗ്ലാദേശുമായി ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടണം എന്നാണ് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കിയത്. നാഗ്പൂരിൽ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ നടന്ന പ്രതിഷേധ യോഗത്തിലാണ് RSS നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശുമായി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരമില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടേണ്ട സമയമാകുന്നു. ജമ്മു കാശ്മീരിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സുനിൽ അംബേദ്കർ ഇക്കാര്യം വിശദീകരിച്ചത്. കാരണം ചർച്ചയിലൂടെ തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് RSS ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ ഇനിയും കാര്യങ്ങൾ വെച്ചു പൊറുപ്പിക്കാനാവില്ല. ഹിന്ദു ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും തുടർച്ചയായി ആക്രമിക്കപ്പെടുകയാണ്. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുകയാണ്. അതിനാൽ മറ്റു മാർഗങ്ങൾ തേടേണ്ട സമയമാകുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ന്യൂഡൽഹിക്ക് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹിന്ദുക്കൾക്ക് നേരെ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമത്തിനെതിരെ ഹൈന്ദവ സമൂഹം ശബ്ദിച്ചില്ലെങ്കിൽ, അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ വരും തലമുറ കൃത്യമായി അത് ഇപ്പോഴത്തെ ഹൈന്ദവ തലമുറയോട് ചോദിക്കും, അല്ലെങ്കിൽ അതിന് മാപ്പ് നൽകില്ല എന്നും സുനിൽ അംബേദ്കർ വ്യക്തമാക്കി. രോഹിണി, ശരി. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.